കർഷകരെ തുയിലുണര് മലയാളം മനമുണര്. അമ്പമ്പോ കരിങ്കോഴി. പേടിക്കണ്ട. കണ്ണ് കറുപ്പ്, പൂട കറുപ്പ്, ശരീരവും കറുപ്പ്, കൊക്കും വായും നാക്കും എല്ലാം കറുപ്പ്, സർവവും കറുപ്പുമയം. കൊണ്ടുവാ കരിങ്കോഴി. ഇതൊരു ചാത്തൻ സേവയല്ല കേട്ടോ. പണ്ട് തൊട്ടേ കരിങ്കോഴിക്ക് മലയാളികൾ വല്ലാത്ത പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. സേവാ പ്രത്യേകതകൾക്കും അപ്പുറം ഔഷധമൂല്യം ഒട്ടേറെയുള്ള ഒരു കോഴിയായി കരിങ്കോഴിയെ വാഴ്ത്തിയിരുന്നു. എന്നാൽ ഇവിടെ പരിചയപ്പെടുത്തുന്ന കരിങ്കോഴി ശരിക്കും ഒരു തനി കരിങ്കോഴിയാണ് കേട്ടോ. ആലപ്പുഴ ചെറിയനാട് കുഴിയത്തു വീട്ടിൽ ലതാ കുരുവിള ഒരു വേറിട്ട കൃഷിസ്നേഹിയാണ്. അവരെവിടെയായാലും അവിടെ പൂക്കളുമുണ്ടാകും. നോക്കൂ ഈ ആരാമ സൗന്ദര്യം. പൂക്കൾ തനി കേരളീയമല്ലെങ്കിലും ഈ പൂക്കൾ എത്ര ദിവസം വേണേലും വാടാതെ നിൽക്കും. പൂവിട്ടാൽ കാശാണ്. പൂവിടണമെങ്കിൽ മികച്ച പരിചരണവും വേണം. ഓർക്കിഡ്, ആന്തൂറിയം, അലങ്കാര ചെടികൾ ഇവയൊക്കെയുമായി കുഴിയത്തു വീടിന്റെ മുറ്റം നിറയെ ചെടികളാണ്. പൂത്തു നിൽക്കുന്ന ചെടികൾക്കൊപ്പം നിന്ന് ഒരു സെൽഫി എടുക്കുവാൻ ആരും കൊതിക്കും. എൻ്റെ പേര് ലതാ കുരുവിള. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചെറിയനാട് പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് എനിക്ക് ഓർക്കിഡ് കൃഷിയുണ്ട്. ഓർക്കിഡ് ചെടി ഞാൻ പരിപാലിക്കുന്നു. എനിക്ക് പൂക്കളോട് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെടികൾ ആന്തൂറിയം, ഓർക്കിഡ്, തെറ്റി അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് എനിക്ക് കൂടുതലുള്ളത്. ഇപ്പോൾ ഓർക്കിഡിലാണ് കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളുണ്ട്. അവരും ഇതിന് നല്ല സപ്പോർട്ടീവാണ്. അവരാണ് എല്ലാം കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കട്ട് ഫ്ലവറായിട്ട് പൂക്കൾ കൊടുക്കുന്നുണ്ട്, ഓർക്കിഡും കൊടുക്കുന്നുണ്ട്. ഇത് നല്ല മാർക്കറ്റിംഗ് ഉള്ള ഒരു പൂക്കൃഷിയാണ്. ഇത് മാനസിക ഉല്ലാസമാണ് ഇതിന് ഏറ്റവും കൂടുതൽ. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടായാലും നമ്മൾ ഈ പൂന്തോട്ടത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ചെടികൾ കാണുമ്പോൾ, ഇതിനെ പരിപാലിക്കുമ്പോൾ ആ ടെൻഷനൊക്കെ മാറിക്കിട്ടും. എല്ലാവരും ഈ ചെടികളെ സ്നേഹിക്കണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇത് വളരെ വലിയ ഇതിനെ പരിപാലിക്കുന്നതിന് വലിയ കോസ്റ്റൊന്നുമില്ല. ആളുകളുടെ വിചാരം ഇതിന് ഒത്തിരി കോസ്റ്റാണെന്നാണ്. പക്ഷേ ഇതിനൊരു വലിയ പരിപാലനമൊന്നും ആവശ്യമില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതിൻ്റെ കൂടെ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കൂടുതലും ചാണകവെള്ളമാണ് ഞാൻ സ്പ്രേ ചെയ്യുന്നത്. അല്ലാതെ മരുന്നടിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എന്തെങ്കിലും പ്രാണികളൊക്കെ വരുമ്പോൾ അതിനെ എടുത്ത് കളയുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിന് മരുന്നടിയൊന്നും ഞാൻ ഇതുവരെയും ചെയ്യുന്നില്ല. വെച്ചിരിക്കുന്നത് ഈ തടിയിൽ കയറ് ചുറ്റിയിട്ട് ആണ് ഈ ചെടികൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കുറച്ച് സ്ഥലം മതി, കൂടുതൽ പ്ലാന്റ് നമുക്ക് നടാം. ഇത് പല വെറൈറ്റിയിലുള്ള പ്ലാന്റ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഒരു ഗാർഡൻ ഈ ഒരൊറ്റ തൂണേ തന്നെ ഇരിക്കും. ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റുകയും ചെയ്യാം. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ വീടിനകത്ത് എടുത്ത് വെക്കണമെങ്കിലും ഒക്കെ ഇത് നല്ലൊരു പ്ലാന്റാണ്. ഇന്ന് ലംബമായിട്ടുള്ള ഒരു ഓർക്കിഡ്, കുറച്ച് സ്ഥലത്ത് കൂടുതൽ പ്ലാന്റ് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് ഇത്. പിന്നെ ഞാൻ തെങ്ങിൻ്റെ
കുറ്റിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ കറുവാപ്പട്ടയുടെ കമ്പ്, ആ കമ്പയിലാണ് ഇത് നിൽക്കുന്നത്. ഇതിലും ഇതിൻ്റെ ഓരോ ശാഖയിലും ഓർക്കിഡ് കെട്ടി തൊണ്ടിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് പല വെറൈറ്റി ആയിട്ട് നിൽക്കുമ്പോൾ നല്ലൊരു ഈ ഒരൊറ്റ കമ്പയിൽ തന്നെ പല വെറൈറ്റി പൂക്കൾ നല്ലൊരു ഗാർഡനായിട്ട് നിൽക്കും. ലതശ്രീ പറഞ്ഞതുപോലെ തെങ്ങിൻ തടിയിലും മരക്കുറ്റിയിലും വളച്ചെടുത്ത കമ്പിയിലും മറ്റും ചകിരി കയർ ചുറ്റി തൊണ്ടിലും ഓട്ടിൻ കഷ്ണത്തിലും കരിക്കട്ടയിലും വളർത്തിയിരിക്കുന്ന ഓർക്കിഡും ആന്തൂറിയവും വളർത്തുമ്പോൾ ക്രമീകരിക്കുമ്പോൾ വല്ലാത്തൊരു ആകർഷണീയതയാണ്. ലതശ്രീക്ക് പൂക്കളോട് താല്പര്യം, അച്ചായന് കോഴികളോടും പക്ഷികളോടുമാണ് താല്പര്യം. കരിങ്കോഴിയെക്കുറിച്ച് അറിഞ്ഞു കേട്ടപ്പോൾ ഉള്ള താല്പര്യം മധ്യപ്രദേശിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കോട്ടയത്തെത്തിയ കരിങ്കോഴിയെ ചെറിയനാട്ടെ കുഴിയത്ത് വീട്ടിലെത്തിച്ചു. ഇവിടെ അവർ ഹാപ്പിയാണ്. ജന്മദേശം മധ്യപ്രദേശാണ്. ഇതിൻ്റെ മുട്ട വളരെ ഔഷധ ഗുണമുള്ള മുട്ടയാണ്. പിന്നെ ഇതിനെ വളർത്തുന്നത്, ഇതിൻ്റെ മാംസം വളരെ ആയുർവേദത്തിലും എല്ലാത്തിലും ഇതിന് ഔഷധ ഗുണമുള്ളതാണ്. ഇത് കൊളസ്ട്രോൾ തീരെ ഇല്ല. ഈ മുട്ടയ്ക്കും ഇതിൻ്റെ മാംസത്തിനും കൊളസ്ട്രോൾ ഇല്ല. ഇത് പല അസുഖങ്ങൾക്കും, BP നല്ലതാണെന്ന് പറയുന്നു, കൊളസ്ട്രോൾ ഇല്ല. പിന്നെ അതുപോലെ തന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്കൊരു പ്രത്യേക മരുന്നാണ് ആയുർവേദത്തിൽ. അതുപോലെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഇതിൻ്റെ മുട്ട ഏറ്റവും നല്ലതാണെന്ന് പറയുന്നു. അതുപോലെ ഇത് 6 മാസം കൊണ്ട് ഈ കോഴി മുട്ടയിടും. പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ 1 മാസമായ കുഞ്ഞാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിൽ കറുപ്പാണ്. ഇതിൻ്റെ ബ്ലഡ് മാത്രമേ ഉള്ളൂ ചുമന്നതെന്ന് പറയുന്നത്. എല്ലാം മൊത്തത്തിൽ കറുപ്പുള്ള കോഴിയാണ് ഒറിജിനൽ കരിങ്കോഴി എന്ന് പറയുന്നത്.